എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് 123 കിലോമീറ്റർ മാറി ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലേക്കാണ്. ലേപാക്ഷി സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നടന്നു പോകുമ്പോൾ ഈ വയ്യോരങ്ങളിലെല്ലാം ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. മാങ്ങകളെല്ലാം വിൽക്കുന്നുണ്ട്, ഉപ്പിലിട്ടതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി. എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ എൻട്രൻസ് ടിക്കറ്റ്. കേരളത്തിൽ കൊല്ലം ജില്ലയിലും ജഡായു സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ളത് ഒരു കിടന്ന ജഡായുവാണ്. ഇവിടെ ഉള്ളത് പറക്കാൻ നിൽക്കുന്ന ഒരു ജഡായിയാണ്. അങ്ങനെ ഉള്ളിൽ കയറിയേക്കുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ട്. ചെറിയൊരു പാർക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിതാ മേലോട്ട് സ്റ്റെപ്പുകളെല്ലാം കയറിയിട്ട് നമ്മൾ മേലോട്ട് പോവാണ്. പോകുമ്പോൾ ഇതാ ഈ സൈഡുകളിൽ ഇങ്ങനെ മുഖചിത്രം വരക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അങ്ങനെ ഇതാ സ്റ്റെപ്പെല്ലാം കയറി പോവാണ്. സ്റ്റെപ്പ് കുറച്ച് കയറാനുള്ള അധികമൊന്നുമില്ല. ഇരുമ്പ് കമ്പികൾ ഉണ്ടാക്കിയ സ്റ്റെപ്പുകളായതുകൊണ്ട് നമുക്ക് പിടിച്ച് നല്ലോണം കയറാം. ഇത് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞാണെന്നും ഇതിന് ഐതിഹ്യമുണ്ട്. മലമുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ക്ഷേത്രം കാണാൻ കഴിയും. അത് അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് ക്ഷേത്രം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് താഴേക്കുള്ള വ്യൂ. ഇത് അതിൻ്റെ മുകളിലുള്ള തന്നെ ശിലാ ആലയമാണിത്. ജഡായിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ മുൻകാലങ്ങൾ നമുക്ക് കയറാമായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം അവിടെ ബ്ലോക്ക് ആക്കിയിട്ടത്. ഇവിടെ നിന്നുള്ള വ്യൂ താഴോട്ട് അതിമനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിതാ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മളിതാ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഗാർഡൻ എല്ലാം നനക്കാൻ ആൾക്കാരെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെ ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.